കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന സ്ഥലങ്ങളിൽ ഒന്നാണ് സ്കാല സാന്റ. ജെറുസലേമിൽ പന്തിയോസ് പീലാത്തോസിന്റെ പ്രെട്ടോറിയത്തിൽ വച്ച് യേശുവിൻ്റെ ചുടുനിണം വീണു കുതിർന്ന 28 പടികൾ ആണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. AD 326 വിശുദ്ധ ഹെലന രാജ്ഞിയാണ് ജെറുസലേമിൽ നിന്ന് കപ്പൽ മാർഗം ഈ വിശുദ്ധ പടവുകൾ റോമിലെത്തിച്ചത്. മാർപ്പാപ്പമാരുടെ സ്വകാര്യ ചാപ്പലായ ലാറ്ററൻ കത്തീഡ്രലിൽ ആണ് ആദ്യം ഈ പടികൾ സൂക്ഷിച്ചിരുന്നത്. പിന്നീട് 1589 സിക്സ്റ്റസ് അഞ്ചാമൻ മാർപ്പാപ്പയാണ് ഇന്ന് കാണുന്ന ഈ രീതിയിൽ ഇവിടേക്ക് മാറ്റി സ്ഥാപിച്ചത്. മുട്ടുകുത്തി വേണം ഈ പടികൾ കയറുവാൻ. കാലക്രമത്തിൽ ഈ പടികൾ തേഞ്ഞു തുടങ്ങിയതുകൊണ്ട് ഇപ്പോൾ ഈ പടികൾ മരപ്പലകകൾ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ഈ പടികൾ കയറുമ്പോൾ തീർച്ചയായും ഏതൊരാൾക്കും അനുതാപത്തിനും കുമ്പസാരത്തിനുമുള്ള ഒരു പ്രേരണ ഉണ്ടാകുക സ്വാഭാവികം. ഈ വിശുദ്ധമായ 28 പടികൾ കയറുമ്പോൾ ജീവിതത്തിലെ ഓരോ കാലഘട്ടങ്ങളും നമ്മുടെ മനസ്സിൽ തെളിയും. തീർച്ച ഭക്തിയുടെയും ത്യാഗത്തിൻ്റെയും അനുഭവമാണ് ഈ പടികൾ നമുക്ക് സമ്മാനിക്കുന്നത്. കയറി ചെല്ലുന്ന ഈ ഭാഗത്തായിരുന്നു ഒരു കാലഘട്ടം വരെ മാർപ്പാപ്പമാർ കുർബാന അർപ്പിച്ചിരുന്നത്. മുട്ടുമേൽ നടന്നു കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കയറാനും ഇറങ്ങാനും മറ്റു 2 പടികൾ വേറെയും ഉണ്ട്. സിക്സ്റ്റസ് പാപ്പ തന്നെയാണ് ആ കാലത്തെ മികച്ച കലാകാരന്മാരെ ഉൾപ്പെടുത്തി ഇത്തരത്തിൽ ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത്. താഴെ വന്നാൽ 2 ശില്പങ്ങൾ. ഒന്ന് പീലാത്തോസിൻ്റെ അടുത്ത് നിന്ന് വിധിവാചകം കേൾക്കുന്ന ക്രിസ്തുവിൻ്റേതും മറ്റൊന്ന് 30 വെള്ളിക്കാശിന് ഗുരുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസിൻ്റേതും. പിന്നീട് പോയത് സെയിൻറ്റ് ജോൺ ലാറ്ററൻ ദേവാലയത്തിലേക്കാണ്. ഇത് റോമിലെ പഴയ 4 പ്രധാന ദേവാലയങ്ങളിൽ ഒന്നാണ്. ഒരു കാലഘട്ടത്തിൽ മാർപ്പാപ്പമാരുടെ ആസ്ഥാനം ഇവിടെയായിരുന്നു. കൂടാതെ ലോകത്തിലെ എല്ലാ കത്തോലിക്ക ദേവാലയങ്ങളുടെയും തലപ്പള്ളിയായി ഈ ദേവാലയം അറിയപ്പെടുന്നു. അതിഗംഭീരമായ ശില്പവൈദഗ്ധ്യത്താൽ ആരെയും അമ്പരപ്പിക്കുന്ന തരത്തിലാണ് നിർമ്മാണം നടത്തിയിരിക്കുന്നത്. 150 അടിയാണ് ദേവാലയത്തിൻ്റെ നീളം. വശങ്ങളിൽ അതീവ ശില്പഭംഗിയോടെ അപ്പോസ്തലന്മാരുടെ ശില്പങ്ങൾ അവർ കൊല്ലപ്പെട്ട രീതി സൂചിപ്പിക്കുന്ന തരത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. ഇവിടെയാണ് മാർട്ടിൻ 5-ാമൻ പാപ്പായെ അടക്കിയിരിക്കുന്നത്. പിന്നിലായി വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെ സ്വർണ്ണവർണ്ണത്തിൽ തീർത്തിരിക്കുന്ന ശില്പം. ഈ ശില്പത്തിൻ്റെ പിന്നിൽ യോഹന്നാൻ സ്ലീഹായുടെ തിരുശേഷിപ്പും സൂക്ഷിച്ചിരിക്കുന്നു. ഈ ദേവാലയത്തിൻ്റെ പല ഭാഗങ്ങളിലായി അനേകം മാർപ്പാപ്പമാരുടെ ശവകുടീരങ്ങൾ കാണാം. വശങ്ങളിലായി 7ഓളം അൾത്താരകൾ പല വിശുദ്ധരുടെയും പേരിൽ സമർപ്പിച്ചിരിക്കുന്നു. വിശുദ്ധ പത്രോസിൻ്റെയും വിശുദ്ധ പൗലോസിൻ്റെയും തലയോട്ടികൾ ഈ സ്വർണ്ണ കുടീരത്തിനുള്ളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അന്ത്യ അത്താഴവേളയിൽ ഉപയോഗിച്ചിരുന്ന മേശയുടെ ഒരു ഭാഗമാണ് ഇത്. പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട പാപ്പ ഈ ദേവാലയത്തിൽ വന്ന് കുർബാന അർപ്പിച്ചു കഴിയുമ്പോൾ മാത്രമാണ് ഒഫീഷ്യൽ ആയി മാർപ്പാപ്പ ആകുന്നത്. മനോഹരമായ ഈ സീലിംഗിൽ തനി തങ്കമാണ് പൂശിയിരിക്കുന്നത്. ദേവാലയത്തിലെ ഈ വാതിൽ
25 വർഷം കൂടുമ്പോൾ മാത്രമേ തുറക്കാറുള്ളൂ. പല കാലങ്ങളിൽ പല മാർപ്പാപ്പമാർ ഇതിൻ്റെ നിർമ്മാണത്തിലും പരിഷ്കാരങ്ങളിലും പങ്കാളികൾ ആയിട്ടുണ്ട്. കണ്ടു തീർത്തതുകൊണ്ടല്ല മടക്കം. ടൂർ മാനേജർ അടുത്ത ദേവാലയം കൂടി കാണിക്കാൻ നിർബന്ധിക്കുന്നതുകൊണ്ട് അവിടെ നിന്നും മനസ്സില്ല മനസ്സോടെയായിരുന്നു മടക്കം. ഫ്രാൻസിസ് പുണ്യവാളൻ്റെയും ശിഷ്യഗണത്തിൻ്റെയും ഈ ശില്പത്തിൽ നിന്ന് നിശ്ചിത അകലം പിന്നോട്ട് മാറി നിന്ന് നോക്കിയാൽ പുണ്യാളൻ ലാറ്ററൻ ദേവാലയത്തെ കൈകളിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നതായി കാണാമത്രേ. പിന്നീട് പോയത് സാന്റാക്രൂസ് ജെറുസലേം ചർച്ചിലേക്കാണ്. AD 325 ഹെലേന രാജ്ഞിയാണ് ഈ ദേവാലയം നിർമ്മിച്ചത്. കാലാകാലങ്ങളിൽ ഈ ദേവാലയവും പരിഷ്കരിക്കപ്പെടുകയാണ് ഉണ്ടായത്. ഇടതുവശത്ത് കാണുന്നത് വിശുദ്ധ തോമസ് ലീഹ കർത്താവിൻ്റെ തിരുമുറിവിൽ സ്പർശിച്ച വിരൽ ആണ്. വലത്തുവശത്ത് കാണുന്നത് പത്രോസ് ലീഹ ബലിയർപ്പിച്ച ബലിപീഠത്തിൻ്റെ തിരുശേഷിപ്പാണ്. ഇതിനുള്ളിൽ കർത്താവിൻ്റെ കാലിൽ അടിച്ചു കയറ്റിയ ആണിയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇത് യേശു കുരിശുമരണം വരിച്ച കുരിശിൻ്റെ മുകൾ ഭാഗത്ത് സ്ഥാപിച്ചിരുന്ന INRI എന്ന് എഴുതിയിരുന്ന ഫലകമാണ്. നല്ല കള്ളനെ കുരിശിൽ തറച്ചുകൊന്ന കുരിശിൻ്റെ ഭാഗവും ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു.